നമസ്കാരം. കൈരളി ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ അങ്കച്ചൂടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ കേവലം 3 ദിവസം കൂടി അവശേഷിക്കെ അവസാന അടവുകളും പയറ്റി മുന്നണികൾ. വേനൽമഴ സംസ്ഥാനത്തെങ്ങും വോട്ടർമാരുടെ ചൂട് കുറച്ചപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ചൂടൊഴിയുന്നില്ല. അവധി ദിനമായിരുന്നിട്ടും അങ്കത്തട്ടിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇന്നും സജീവമായിരുന്നു. തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ കാഴ്ചകൾ കാണാം അങ്കച്ചൂടിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആവേശം നിറഞ്ഞ സ്വീകരണമാണ് LDF സ്ഥാനാർത്ഥി C. ദിവാകരന് ലഭിച്ചത്. ആശുപത്രി വിട്ട UDF സ്ഥാനാർത്ഥി ശശി തരൂരും അവസാനഘട്ട പ്രചാരണത്തിൽ സജീവമാണ്. NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും പ്രധാനമന്ത്രിയെ ഉൾപ്പെടെ എത്തിച്ച് പ്രചരണ രംഗം കൊഴുപ്പിച്ചു. S. ഷീജയുടെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നമുക്കറിയാം ശക്തമായ ഒരു വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നടക്കുന്നത്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ തങ്ങൾ തിരിച്ച് അധികാരം പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF ഉള്ളത്. ഇന്ന് പ്രധാനമായും LDF സ്ഥാനാർത്ഥി C. ദിവാകരന്റെ പര്യടനം എന്ന് പറയുന്നത്, അദ്ദേഹം ഇന്ന് വാഹന പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് പ്രസഹ വ്യാഴമായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഒരു അവധി ദിനത്തിൽ തന്റെ സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ അടുത്ത ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പര്യടനം എന്ന് പറയുന്നത്. ആ രീതിയിൽ മരണ വീടുകൾ അങ്ങനെയുള്ള ഓരോരുത്തരെയും നേരിൽ കണ്ടുകൊണ്ട് അവരെ കണ്ടുകൊണ്ട് അവരുടെ ഒരു പിന്തുണ തേടി ആ രീതിയിലായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. ഒപ്പം തന്നെ കുടുംബയോഗങ്ങൾ, സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തമുള്ള കൂട്ടായ്മയിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കുകയുണ്ടായി. വലിയൊരു ആവേശം തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭ്യമായത് എന്നുള്ളതിൽ സംശയമില്ല. അതിന്റെ ആ ആൾക്കൂട്ടം തന്നെ സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തം കൊണ്ടും ആ ഒരു യോഗം ശ്രദ്ധേയമായി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹം പ്രധാനമായും സൂചിപ്പിക്കുന്നത്, കാരണം തനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിജയപ്രതീക്ഷ, അത് ഈ ഒരു ഘട്ടത്തിൽ, കാരണം ഇനി 3 ദിവസം കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി ശേഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ തനിക്ക് തന്റെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മോട് വ്യക്തമാക്കിയത്. ഞങ്ങളുടെ LDF പ്രവർത്തകർ ഇതൊരു വലിയ ഫെസ്റ്റിവലായിട്ട് എടുത്തിരിക്കുകയാണ്. ഉത്സവമാണ് അവർക്ക്. വെടിക്കെട്ടുകൾ, ബഹളങ്ങൾ, ഡാൻസ്, ഡ്രമ്മടി, ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിരവധി തിരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം കൊടുത്തതാണ്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിനെ ഉത്സവമാക്കി ഏറ്റെടുത്ത ഇതുണ്ടായിട്ടില്ല. ഞാൻ ആ പ്രവർത്തനം തുടങ്ങിയ സമയത്തുണ്ടതിനേക്കാൾ വിജയസാധ്യത വളരെ 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 കൂടുതലാണ്. ഞാൻ അവകാശപ്പെടുന്നു, അന്ന് മുതലേ അവകാശപ്പെടുന്നു, ഞാനിവിടെ ജയിക്കും, ഞാൻ ജയിക്കാനാണ് മത്സരത്തിൽ വന്നിരിക്കുന്നത്. അതേസമയം ഇന്ന് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരാകട്ടെ, അദ്ദേഹവും നെയ്യാറ്റിൻകര ഭാഗം കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിരുന്നത്. രാവിലെ നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ ദിവസം പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തന്നെ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നാണ് പ്രചാരണ രംഗത്ത് വീണ്ടും അദ്ദേഹം സജീവമായിരിക്കുന്നത്. ഏതായാലും താൻ ഹാട്രിക് വിജയം ഉറപ്പിക്കുകയാണ് ഈ മണ്ഡലത്തിൽ ഇത്തവണയും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ പ്രചാരണ പരിപാടികളുമായി ശക്തമായി UDFും രംഗത്തുണ്ട്. അവരുടെ പ്രചാരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കുകയാണ്. കാരണം നമുക്കറിയാം എല്ലാ പാർട്ടികളും അവരുടെ പ്രചരണ രംഗങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. അവസാന ലാപ്പാണ്, പ്രചാരണത്തിന്റെ അവസാന ലാപ്പാണ്. 21-ാം തീയതിയാണ് കലാശക്കൊട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി 2 ദിവസം കൂടിയാണ് കലാശക്കൊട്ടിലേക്ക് ഉള്ളത്. തുടർന്നുള്ള ഒരു ദിവസം സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണമായിരിക്കും നടത്തുക. ഈ ഒരു സാഹചര്യത്തിൽ അവസാനമായി ലഭിക്കുന്ന 2 ദിനങ്ങൾ പൂർണ്ണമായും ഈ പ്രചരണ രംഗം കൊഴുപ്പിക്കാൻ തന്നെയാണ് മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികളുമായി തന്നെയാണ് മുന്നണികളും മുന്നോട്ട് പോകുന്നത്. BJP ആകട്ടെ കേന്ദ്ര നേതാക്കളെ ഉൾപ്പെടെ ഇറക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ, അതായത് കുമ്മനം രാജശേഖരനെ വിജയിപ്പിച്ച് ലോക്സഭയിൽ എത്തിക്കുക, അവരുടെ കന്നി വിജയം ഇവിടെ തന്നെ കുറിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് BJPയും രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി തന്നെയാണ് അവരും മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ ഏതായാലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ആ രീതിയിൽ തന്നെയുള്ള ആത്മവിശ്വാസത്തിലുമാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം, LDFന് പക്ഷേ ഒരു ചെറിയ മേൽക്കൈ ഇവിടെ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സമയത്തും അതോടൊപ്പം തന്നെ പ്രചരണം ആരംഭിച്ച സമയത്തും ഈ 2 ഘട്ടങ്ങളിലും അവർ മേൽക്കൈ നേടിയിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ LDFന് സാധിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്.
കൊല്ലം മണ്ഡലത്തിൽ BJP UDF അവിശുദ്ധ ബന്ധത്തിന് തെളിവ്. BJP UDF സ്ഥാനാർത്ഥിക്കായി വോട്ടുമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് യുവമോർച്ച RSS നേതാക്കൾ വെളിപ്പെടുത്തിയത് പ്രധാന വാർത്തയായി മാറി. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി തുടക്കം മുതലേ ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമായിരുന്നു UDF BJP തമ്മിലുള്ള വോട്ട് കച്ചവടം. യുവമോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രശാന്ത്, അതുപോലെ സംബോധ് ഫൗണ്ടേഷന്റെയും RSSന്റെയും നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് കൈലാസ് ഉൾപ്പെടെയുള്ളവരാണ് ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാതെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കുമാറ് വിധം BJP നേതാക്കൾ തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഒരു നിർജീവാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുന്നതായിട്ട് അവർ ആരോപിച്ചു. ഒപ്പം തന്നെ മേക്ക് വിഷൻ എന്നൊരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഇതിന്റെ കമ്മിറ്റി കൂടുകയും ആ കമ്മിറ്റി BJPക്ക് തന്നെ വോട്ട് നൽകണം, അല്ലെങ്കിൽ BJPക്ക് തന്നെ ആ BJPയുടെ വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം BJPക്കുള്ളിൽ തന്നെ ഇതിന്റെ പുതിയ സംഭവവാസങ്ങൾ, പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP UDF ബന്ധമുണ്ടെന്നുള്ള ഒരു ആരോപണം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ആരോപിച്ച രംഗത്താണ് പുതിയ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്ന് ചവറ നിയോജക മണ്ഡലത്തിലാണ്. BJP സ്ഥാനാർത്ഥി KV സാബു ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ, അദ്ദേഹം ഇന്ന് പുനലൂർ, തെന്മല, തോട്ടമേഖല കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയ സംഭവത്തിൽ 2 കോൺഗ്രസ് നേതാക്കൾ ഇടുക്കിയിൽ അറസ്റ്റിലായി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാവ് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിനെ അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ട സംഭവത്തിലാണ് അറസ്റ്റുണ്ടായിരിക്കുന്നത്. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ പ്രമുഖ കോൺഗ്രസ് നേതാവും PT തോമസ് MLAയുടെ ബന്ധുവുമാണ് എന്നുള്ളതാണ്. ഇടുക്കിയിൽ നിന്നും സമീറിന്റെ റിപ്പോർട്ടിലേക്ക്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിന്റെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രവർത്തകരായ 2 പേർ. ഇടുക്കി കൊച്ചുകരിമ്പൻ സ്വദേശികളായിട്ടുള്ള ബിനു ചാക്കോ, പോൾ മാത്യു എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇവർ മാത്രമല്ല ഇത് സംഭവത്തിന് പിന്നിൽ എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനമാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ചും പിടിയിലായിരിക്കുന്നത് ഇടുക്കിയിലെ മുൻ MP കൂടിയായിട്ടുള്ള PT തോമസിന്റെ ബന്ധുവും മറ്റൊരാൾ PT തോമസിന്റെ അനുയായിയുമാണ്. അതുകൊണ്ട് തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കും ഒപ്പം തന്നെ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനുമെതിരെ ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രമുഖരുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. സംഭവത്തിന് ഇടയാക്കിയ ഈ കേസിന് ഇടയാക്കിയ സാഹചര്യം ഇതാണ്. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിന്റെ പേരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോയും പതിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇറങ്ങിയിരുന്നത്. നവമാധ്യമങ്ങൾ വഴി പ്രചരിച്ച ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിരിച്ചുവിട്ടു എന്നും ഇടുക്കിയിലെ ഇടത് സ്ഥാനത്തെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനുള്ള പിന്തുണ പിൻവലിച്ചു എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ജില്ലാ പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ഈ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ 2 പേർ പിടിയിലായിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ PT തോമസ് MLAയുടെ ഒരു ഇടപെടൽ ഈ സംഭവത്തിൽ ഉണ്ട് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിലെ ഒപ്പം തന്നെ മണ്ഡലത്തിലെയും കോൺഗ്രസിന്റെ പ്രമുഖരുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം 2014 അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന വേളയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേശകനായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേശകൻ. സ്വാഭാവികമായും അദ്ദേഹത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലകളിൽ ഉൾപ്പെടെ ചെന്നെത്തുന്നു. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അത് വലിയൊരു അസ്വസ്ഥതയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഉണ്ടാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കലിനും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനുമെതിരായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നതും ഒപ്പം തന്നെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാൾ പോക്സോ കേസിൽ പ്രതിയാണ്. തൃശൂരിലെ KSU പ്രവർത്തകയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യദു കൃഷ്ണൻ TN പ്രതാപന്റെ പ്രചരണ ചുമതലക്കാരിൽ പ്രധാനിയാണെന്ന് തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രവുമല്ല, യദു കൃഷ്ണനെ ചുമതല ഏൽപ്പിച്ചതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട്. അഭിറാമിന്റെ റിപ്പോർട്ടിലേക്ക്. തൃശൂർ ജില്ലാ കോൺഗ്രസിൽ ഏറെ കലാപം സൃഷ്ടിച്ച ഒരു പീഡനക്കേസിലെ പ്രതിയാണ് ഇപ്പോൾ TN പ്രതാപൻ സ്വന്തം പര്യടനത്തിന്റെ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ പോലും ഇത് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ നാളായി തൃശൂർ ജില്ലയിലെ KSUകാരിയായ പെൺകുട്ടിയെ
പീഡിപ്പിച്ച സംബന്ധിച്ച് ഇയാളുമായി ബന്ധപ്പെട്ട കേസ് നടന്നു വരികയാണ്. ഇയാൾക്കെതിരെ പോക്സോ അടക്കം കേസ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇയാൾക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് അടക്കം ഈ പെൺകുട്ടി പരാതി നൽകിയതുമാണ്. പക്ഷേ ഈ ഒരു പ്രതിയെ തന്നെയാണ് ഇപ്പോൾ സ്വന്തം പ്രചരണ ചുമതലയ്ക്കായി TN പ്രതാപൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് തൃശ്ശൂർ കോൺഗ്രസിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഈ നാട്ടിക നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന ഇയാൾ TN പ്രതാപൻ്റെ അടുത്ത അനുയായിയും അതുപോലെ തന്നെ TN പ്രതാപൻ്റെ അയൽവാസിയുമാണ്. ഇത്തരത്തിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് ഇയാൾ പലതരത്തിലും പല പെൺകുട്ടികളെയും ചൂഷണം ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള വ്യക്തിയാണ് ഇപ്പോൾ സ്വന്തം പ്രചരണത്തിനായി ഈ TN പ്രതാപൻ ഇപ്പോൾ നിർണയിച്ച് സ്ഥാനം നൽകിയിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിലെ സ്ത്രീ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ പോലും കടുത്ത അമർഷം നിലനിൽക്കുകയാണ്. ഈ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നിലപാടിലാണ് മഹിളാ കോൺഗ്രസ് അടക്കമുള്ള പ്രവർത്തകരുള്ളത്. പക്ഷേ ഇയാളെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ TCCയോ TN പ്രതാപനോ തയ്യാറായിട്ടില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇത് കൂടാതെ തന്നെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പല പ്രമുഖർക്കും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇയാൾക്കേറെ നടപടി ഉണ്ടാകാത്തത് TN പ്രതാപൻ്റെ സംരക്ഷണയിലാണ് ഇയാൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. അത്തരത്തിൽ ഇയാളെ ആദ്യകാലം മുതൽ തന്നെ സംരക്ഷിക്കുന്ന നിലപാടാണ് TN പ്രതാപൻ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് പര്യടന സമയത്ത് പോലും ഇയാളെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് TN പ്രതാപൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൽ വീണ്ടും കലാപസമാനമായ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നീക്കം കാരണമായിരിക്കുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ സംഘടനകൾ രംഗത്തെത്തി. വിശ്വകർമ്മസഭ, CSDS തുടങ്ങിയ വിഭാഗങ്ങളാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തി ഇടതു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിച്ചത്. കോട്ടയത്ത് നിന്ന് TP പ്രശാന്തിന്റെ റിപ്പോർട്ടിലേക്ക്. 16 വർഷമായി UDF-നൊപ്പമാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ നിലയുറപ്പിച്ചിരുന്നത്. സാമൂഹികവും രാഷ്ട്രീയപരമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഈ സമുദായ അംഗങ്ങളെ പിന്നീട് UDF വഞ്ചിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം, തൊഴിൽ മേഖലയിൽ പൂർണ്ണമായിട്ടുള്ള അവഗണനയാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. എന്നാൽ സമുദായ അവകാശങ്ങൾ പരിഗണിക്കുന്നതിൽ ഒപ്പം നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു ഇടതു സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണയ്ക്കാമെന്ന ഒരു നിലപാടിലേക്കാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ രംഗത്ത് എത്തിയിരിക്കുന്നത്. വിശ്വകർമ്മ സഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. സംസ്ഥാന സർക്കാർ ബജറ്റിലടക്കം തുക വകയിരുത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, അർഹമായ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പിന്തുണ എന്ന് വൈസ് പ്രസിഡന്റ് വി എൻ ശശിധരൻ ഇന്ന് പ്രഖ്യാപിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 10-16 വർഷക്കാലമായി ഞങ്ങൾ അനുവർത്തിച്ചു പോന്നിരുന്ന രാഷ്ട്രീയ നയം മാറ്റി ഈ 23-ാം തീയതി കേരളത്തിൽ ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും പൂർണ്ണമായി പിന്തുണ ഐക്യകണ്ഠേന യോഗം അംഗീകരിച്ചു. അതേസമയം കോട്ടയം, മാവേലിക്കര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ ചേരമ സംഭവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായതെന്ന് സംസ്ഥാന പ്രസിഡന്റ് MS സജൻ അറിയിച്ചു. ഇവിടെ കോട്ടയത്ത് VN വാസവന്റെ വിജയത്തിന് വേണ്ടി പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത് മാവേലിക്കര മണ്ഡലത്തിലെ ചിറ്റയം ഗോകുമാർ, ഈ 2 സ്ഥാനാർത്ഥികൾക്ക് CSDSന്റെ എല്ലാവിധ പിന്തുണയും ഇവിടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും രംഗത്തിറങ്ങുവാൻ നമ്മളെ കുടുംബയോഗങ്ങളെ സർക്കിൾ വഴി അറിയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി VN വാസവൻ ഇന്ന് പ്രധാനമായും പര്യടനം നടത്തിയത് പിറവൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു. പിറവത്തും അതുപോലെ തന്നെ തിരുവാങ്കുളം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹം ഇന്ന് പര്യടനം നടത്തിയത്. NDA സ്ഥാനാർത്ഥി PC തോമസ് ആകട്ടെ പിറവത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തിയിരുന്നു. തോമസ് ചാഴിക്കാടിന് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് മണ്ഡലത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും വ്യാപൃതമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് കൂടുതൽ പിന്തുണയുമായി സംഘടനകൾ എത്തുകയാണ്. അത് ഇടതുപക്ഷത്തിന്റെ വിശ്വാസവും ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, 16 വർഷക്കാലം UDF-നൊപ്പം നിലനിന്ന വിവിധ സംഘടനകൾ, ആ സംഘടനകൾ തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് തങ്ങളൊരു തീരുമാനം എടുക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് കോട്ടയത്ത് കാണാനായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CSDS-ഉം അതുപോലെ വിശ്വകർമ്മ മഹാസഭയും LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ണൂർ കോൺഗ്രസിലെ പ്രമുഖ നേതാവ് പാർട്ടി വിട്ടത് UDF-ന് ക്ഷീണമായി. മുൻ DCC ജനറൽ സെക്രട്ടറി പ്രദീപ് വട്ടിപ്രമാട്
പാർട്ടി വിട്ട് CPM-മായി സഹകരിക്കാൻ തീരുമാനിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നു. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കണ്ണൂരിലെ കോൺഗ്രസിന്റെ പ്രമുഖനായ യുവനേതാവ് പ്രദീപ് വട്ടിപ്രം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് UDF-ന് വലിയ ആഘാതമായിരിക്കുകയാണ്. കെ സുധാകരന്റെ വിശ്വസ്തനായ നേതാവാണ്, വിശ്വസ്തനായ അനുയായിയാണ് പ്രദീപ് വട്ടിപ്രം. അദ്ദേഹം KSUയുടെ പൊതുപ്രവർത്തന രംഗത്തെത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായ നേതാവാണ്. പിന്നീടാണ് DCCയുടെ ജനറൽ സെക്രട്ടറി ആയത്. അദ്ദേഹം കെ സുധാകരന്റെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും തെറ്റായ നിലപാടുകൾ ചൂണ്ടിക്കാട്ടി അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. കണ്ണൂരിലെ DCC ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് പ്രദീപ് വട്ടിപ്രം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ കെ സുധാകരൻ BJP-യുമായി രഹസ്യബന്ധം ഉണ്ടാക്കിയിരിക്കുകയാണെന്നും പ്രദീപ് വട്ടിപ്രം പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ ഉന്നയിച്ചതിന്റെ പേരിൽ തന്നെ പൂർണ്ണമായും അവഗണിക്കുന്ന, തന്നെ തഴയുന്ന ഒരു നിലപാടാണ് പിന്നീട് കെ സുധാകരൻ സ്വീകരിച്ചതെന്നും പ്രദീപ് വട്ടിപ്രം പറയുന്നു. അമിത്ഷായുടെ അജണ്ട പ്രകാരമാണ് കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നതെന്നും പ്രദീപ് വട്ടിപ്രം പറഞ്ഞു. ഇന്ത്യയിൽ കോൺഗ്രസും BJP-യും തമ്മിലാണ് മത്സരം. കോൺഗ്രസ് പറയുന്നു നമ്മുടെ മുഖ്യ എതിരാളി BJP-യാണ് എന്ന്. പക്ഷേ കേരളത്തിൽ വരുമ്പോൾ, കണ്ണൂരിലേക്ക് വരുമ്പോൾ ഈ BJP കോൺഗ്രസ് ബന്ധം വല്ലാത്ത ഒരു ബായ് ബന്ധമായി മാറുകയും അത് കണ്ണൂരിലെ കോൺഗ്രസ് നേതാവും ഇവിടുത്തെ RSS നേതാവും തമ്മിൽ സയാമീസ് ഇരട്ടകളെപ്പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ണൂരിലെ ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ, അതുപോലെ തന്നെ KK രാഗേഷ് MP, KP സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രദീപിനെ CPM-ലേക്ക് അല്ലെങ്കിൽ പ്രദീപിനെ സ്വീകരിച്ചു. ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഉൾപ്പെടെ LDF-ന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുമെന്ന് പ്രദീപ് പറഞ്ഞു. ജനപക്ഷ രാഷ്ട്രീയവും അതുപോലെ മതേതര രാഷ്ട്രീയവും ഒക്കെ ശക്തിപ്പെടേണ്ട കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് CPM-യുമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും പ്രദീപ് വട്ടിപ്രം വ്യക്തമാക്കി. വടകരയിൽ LDF-ന് തെരഞ്ഞെടുപ്പ് ഊർജം പകർന്ന് രക്തസാക്ഷി കുടുംബാംഗങ്ങളുടെ സംഗമം നടന്നു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രക്തസാക്ഷി കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വടകര മണ്ഡലത്തിൽ ഇന്ന് എത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ചേരുന്നു. വടകര മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിലാണുള്ളത്. ഇന്ന് വടകര മണ്ഡലത്തിൽ പ്രധാനമായും ശ്രദ്ധേയമായ ഒരു സംഗമം നടക്കുകയുണ്ടായി. ഇടതുപക്ഷം സംഘടിപ്പിച്ച രക്തസാക്ഷി കുടുംബ സംഗമമാണത്. പ്രധാനമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി PJ രാജൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ വക്താവാണ് എന്നുള്ള രീതിയിലാണ് വടകര മണ്ഡലത്തിൽ വലതുപക്ഷവും അതുപോലെ തന്നെ BJP-യും പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇടതുപക്ഷം മൊത്തം അക്രമകാരികളാണ് എന്നുള്ള വിധത്തിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് അക്രമകാരികൾ, എന്താണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തുറന്നു കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു രക്തസാക്ഷി കുടുംബ സംഗമം വടകരയിൽ സംഘടിപ്പിച്ചത്. രക്തസാക്ഷി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അപ്പോഴെല്ലാം അക്രമത്തിനെതിരെ അവരെ കൊന്നു എന്നാണ് പ്രചരിപ്പിച്ചത്. ഇത് ഇന്നും തുടരുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. PJ രാജനെ കൊലപാതകി എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കേസിൽ PJ രാജൻ പ്രതിയാണോ എന്നുള്ള കാര്യവും കോടിയേരി ചോദിക്കുകയുണ്ടായി. അതേസമയം K കരുണാകരൻ ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു, എന്നിട്ട് പോലും ആരെങ്കിലും കരുണാകരനെ കൊലയാളി എന്ന് വിളിച്ചോ എന്നും കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുകയുണ്ടായി. രക്തസാക്ഷി കുടുംബ സംഗമത്തിൽ പ്രധാനമായും പങ്കെടുത്തത് 93 കുടുംബാംഗങ്ങളാണ്. രക്തസാക്ഷി കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വെടിയുണ്ടേറ്റ് തലശ്ശേരി ജവഹർ ഘട്ടിൽ മരിച്ചു വീണ പിഴഞ്ഞു മരിച്ച അബു ചാത്തുക്കുട്ടി എന്നീ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ വടകര തൂണേരിയിൽ കൊല ചെയ്യപ്പെട്ട ഷിബിന്റെ കുടുംബാംഗങ്ങളും ഈ രക്തസാക്ഷി സംഗമത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇവരെ കൂടാതെ ആയിരക്കണക്കിന് ആളുകളാണ് രക്തസാക്ഷി സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത്. വയനാട്ടിൽ LDF ശക്തി തെളിയിച്ച് ബത്തേരിയിൽ റോഡ് ഷോയും പൊതുയോഗവും തെരഞ്ഞെടുപ്പ് റാലിയും നടന്നു. ബത്തേരിയെ ചുവപ്പണിയിച്ചുകൊണ്ടായിരുന്നു LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇന്ന് വയനാട്ടിലെത്തി. അമേഠി വിട്ട് വയനാട്ടിൽ മത്സരിക്കാനെത്തിയ രാഹുലിനെ കോൺഗ്രസ് നേതാക്കൾ കർണാടകത്തിൽ മത്സരിക്കാൻ എത്തിയത് ഓർമ്മിപ്പിച്ചായിരുന്നു യെച്ചൂരി സംസാരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനൂപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഇതിനകം ദേശീയ ശ്രദ്ധയാകർഷിച്ച വയനാട് മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധിക്ക് പുറമെ ഇന്ന് സീതാറാം യെച്ചൂരിയും വയനാട്ടിലെത്തി.
ബത്തേരിയിൽ പൊതുയോഗത്തിലും ഇതിനുശേഷം നടന്ന ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുത്തു. ദേശീയ തലത്തിൽ മതേതര ചേരി അധികാരത്തിൽ വരുന്നതോടൊപ്പം ആ സർക്കാർ ജനപക്ഷ നയങ്ങൾ നടപ്പാക്കുന്ന സർക്കാർ ആവണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്കുള്ള വരവിനെ മുൻപ് കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ മത്സരിച്ചത് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹം വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇടത് അംഗബലം പാർലമെന്റിൽ ശക്തമായി ഉണ്ടായിരിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യകതയാണെന്നും അദ്ദേഹം പറഞ്ഞു. Very inspiring, very enthusiastic and very energetic. A lot of young people, which is very good, are supporting LDF. I mean, not only young people and women, I think people are supporting LDF, everybody, every section. And I think this time, beating the record of 2004, when we had an alternative government headed by the Congress and the centre, when people gave 18 MPs to LDF out of 20, this time they'll give 20 out of 20. പൊതുയോഗത്തിന് ശേഷമാണ് ആയിരങ്ങൾ പങ്കെടുത്ത മഹാറാലി ബത്തേരിയെ ഇളക്കി മറിച്ച് നടന്നത്. മന്ത്രി കെ ശൈല ടീച്ചർ ഉൾപ്പെടെ ഇതിന് നേതൃത്വം നൽകി. സീതാറാം യെച്ചൂരി ഉൾപ്പെടെ തുറന്ന വാഹനത്തിൽ ബത്തേരിയിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. അവസാന ദിനങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. പ്രിയങ്ക ഗാന്ധി 20-നും 21-നും വയനാട് മണ്ഡലത്തിലെത്തും. അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ 20-ന് വിവിധ പരിപാടികളിൽ ജില്ലയിൽ പങ്കെടുക്കും. മാനന്തവാടിയിൽ റാലിയും അതോടൊപ്പം തന്നെ വിപുലമായ റോഡ് ഷോയും LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.